സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ പുതുക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമായ ആരാധനയായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിനും ലഭ്യമായിരിക്കുന്ന കൃപാനുഭവ കാലമാണ് നോമ്പിന്റെ ഈ ദിനങ്ങൾ. ഇന്ന് വചനിപ്പ് പെരുന്നാളാണ്. വചനം മാംസമായി അവതരിച്ചതിന്റെ വിളംബരമായാണ് സഭ ഈ ദിവസത്തെ കാണുന്നത്. മാർച്ച് 25 വചനിപ്പ് പെരുന്നാളായും ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു ഞായറാഴ്ച വചനിപ്പ് ഞായറായും സഭ ക്രമീകരിച്ചിരിക്കുന്നു. മാർച്ച് 25 മുതൽ ഡിസംബർ 25 വരെയുള്ള 9 മാസക്കാലം സാധാരണ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഗർഭകാലത്തിന്റെ അനുഭവത്തിലൂടെയും സമയപരിധിയിലൂടെയുമാണ് മറിയയും കടന്നു പോയതെന്ന് മനസ്സിലാക്കി തരുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ കന്യക മറിയത്തോടുള്ള അറിയിപ്പിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവചന നിവൃത്തിയായി വരുവാനുള്ള മശിഹയെ കാത്തിരുന്ന കന്യകമാർ ഒരുപക്ഷെ ആ കാലത്ത് യഹൂദർക്കിടയിൽ ധാരാളം ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവദൂതനായ ഗബ്രിയേൽ ദൈവത്തിന്റെ ദൂതുമായി കടന്നു ചെന്നത് ഗലീലയിലെ നസറത്തിലേക്കാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ജാതികളുടെ ഗലീല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാണ് എന്ന് തന്നോട് പറഞ്ഞ ഫിലിപ്പോസിനോട് നഥനയേൽ ചോദിക്കുന്നത് നസറേത്തിൽ നിന്ന് വല്ല രക്ഷയും വരുമോ എന്നാണ്. ഇങ്ങനെ ജാതികളുടെ നാട്ടിലെ ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ലാത്ത നസറേത്ത് എന്ന പട്ടണത്തിലേക്കാണ് കന്യകയായ മറിയ എന്ന പെൺകുട്ടിയെ ദൈവത്തിന്റെ നിയോഗ വാർത്ത അറിയിക്കുവാനായി ദൂതൻ എത്തുന്നത്. അനേകർ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ആ സവിശേഷമായ നിയോഗം വിശിഷ്ടവും ലോകത്തിന് സന്തോഷം പ്രദാനം ചെയ്യുന്നതുമായിരുന്നെങ്കിലും മറിയ എന്ന ഗ്രാമീണ യുവതിക്ക് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട യുവതി ഗർഭിണിയായി എന്നറിഞ്ഞാൽ സമൂഹം അവളെ പുറത്താക്കുമെന്നും കല്ലെറിഞ്ഞ് കൊല്ലുമെന്നുമൊക്കെ മറിയയ്ക്കും അറിവുണ്ടായിരുന്നു. പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ അവൾ തിരികെ ചോദിക്കുന്നുണ്ടെങ്കിലും അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന ദൈവത്തിലുള്ള വിശ്വാസം ത്യാഗനിർഭരവും അപകടകരവുമായ ആ വലിയ നിയോഗം ഏറ്റെടുക്കുവാൻ അവളെ ധൈര്യപ്പെടുത്തി എന്ന് കാണാം. തന്റെ ചാർച്ചക്കാരത്തിയായ എലിശബേത്തിനുണ്ടായ അനുഗ്രഹവും അവളെ ബലപ്പെടുത്തുന്നതായിരുന്നു. തന്റെ അന്തസ്സും ജീവനും അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് സ്വയം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവഹിതം തന്നിൽ നിറവേറുവാനും ദൈവപുത്രന്റെ മാതാവാകുവാനും അവൾ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുവാൻ പോകുന്ന ദൈവകുഞ്ഞാടിനെ സ്വന്തം ഗർഭപാത്രത്തിൽ വഹിക്കുക എന്ന വിശുദ്ധവും വിനയപൂർണവുമായ ആ ദൗത്യം രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ സമർപ്പണമായിരുന്നു, അർപ്പണമായ ആരാധനയായിരുന്നു. ദൈവകൃപയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നാം എത്ര നിസ്സാരരായിരുന്നാലും ലോകം മാറ്റി നിർത്തിയവരായിരുന്നാലും ഒരു നന്മയും ഇല്ല എന്ന സമൂഹം തള്ളിക്കളഞ്ഞവരായിരുന്നാലും നമ്മെയും തേടി വരുന്ന ഒരു ദൈവകൃപ ഉണ്ട് എന്ന പ്രത്യാശ നമുക്കും നൽകുന്നുണ്ട് ഈ വേദഭാഗം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചത് നമ്മെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്താനാണെന്നും നാം ഇനി അടിമകളല്ല മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കൃപ ലഭിച്ച സ്വന്തം മക്കളാണെന്നും ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പാപങ്ങളെയും ജയിക്കുവാനുള്ള ശക്തി നൽകുവാൻ മതിയായവനാണ്. നീതി പ്രവർത്തിക്കുന്നവനും സഹോദരനെ സ്നേഹിക്കുന്നവനും മാത്രമേ ദൈവത്തിൽ നിന്നുള്ളവനാകൂ എന്ന് തിരുവചനം പറയുന്നു. ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ദൈവീക നിയോഗം ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ ഏറ്റെടുക്കുക മാത്രമല്ല,
ദൈവപുത്രനെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി വളർത്തുവാനും നന്മയുള്ളവനായി ദൈവകൃപയിൽ വളർത്തുവാനും നല്ല മാതൃക കാട്ടിക്കൊടുക്കുന്ന അമ്മയായി മാറുവാനും മറിയയ്ക്ക് കഴിഞ്ഞു. ദൈവീക നിയോഗം സ്വമനസ്സായി ഏറ്റെടുത്തവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മെയും ചില നിയോഗങ്ങൾ ഏൽപ്പിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ് കർത്താവ്. ഭയം കൂടാതെ, പ്രതിഫലേച്ഛയില്ലാതെ, സമ്പൂർണ്ണ വിശ്വാസത്തോടെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിന്ന് സാധ്യമാണോ? ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ ദേഷ്യം, പക, അസൂയ, സ്വാർത്ഥത തുടങ്ങി വിവിധ തരത്തിലുള്ള ദുഷ്ടതകളെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നശിപ്പിച്ചു കളയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആരാധനകൾ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ആത്മീയ സമർപ്പണത്തിൻ്റെതായി മാറട്ടെ. മറിയയെ പോലെ നമ്മെയും ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക നിയോഗങ്ങളെ ചോദ്യം ചെയ്യാതെ ഏറ്റെടുക്കാം. പ്രതിസന്ധികളെ പ്രചോദനങ്ങളാക്കി മാറ്റാം. തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവെ, ഞങ്ങളെ മുറ്റുമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരാധനകളെ തിരുമുൽക്കാഴ്ചയായി പ്രസാദമുള്ള യാഗമായി സ്വീകരിക്കണമേ. ദൈവിക നിയോഗങ്ങളെ നിവർത്തിക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ.